ചേട്ടോ ഇവിടെ നിൽപ്പുണ്ടോ? പിന്നെ എനിക്ക് കുറച്ച് പൈസ വേണമായിരുന്നല്ലോ. എനിക്ക് കുറച്ച് പൈസ വേണമായിരുന്നു. നീ കുറേ പൈസ കൂടെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ അല്ലേ? ആ ചോദ്യം കേട്ടാൽ തോന്നും നീ കണ്ടുകൊണ്ട് എൻ്റെ തന്നിട്ടുണ്ടെന്ന്. പിന്നെ ചുമ്മാ ചോദിച്ചാൽ ഞാൻ മേടിച്ചൊക്കെ തരണ്ടേ? ചുമ്മാ തരണ്ട. എന്റെ കയ്യിൽ അതിന് പകരം ഈട് തരാൻ സാധനമുണ്ട്. എന്നതാ പോലും ഇതല്ലേ ഞാൻ അരപ്പവന്റെ മോതിര കൊണ്ടുവന്നേ. നോക്കട്ടെ നോക്കട്ടെ നോക്കാൻ ഇത് അരപ്പവന്റെയാ. ആ മോതിരം ഒന്ന് കാണട്ടെ ആദ്യമായിട്ട്. ഇത് നിന്റെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നതാണോ? ആഹാ, അത് നല്ല ചോദ്യമാണല്ലോ. എന്റെ വീട്ടിലെ മുതലല്ല, ഞാൻ എന്നെ വേറെ അത് ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ദൈവങ്ങളുടെ മുതൽ വരെ മോഷണം പോകുന്ന കാലഘട്ടം. അത് കാലഘട്ടം അങ്ങനെയാ. പക്ഷെ ഞാൻ അങ്ങനത്തെ എന്നാലും നീ അങ്ങനത്തെ ആളല്ലായിരിക്കും, ചിലപ്പോൾ ആയിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലം ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. അരപ്പവനുണ്ട്, അത് കൈ വെച്ചോണ്ട് ഒരു 25,000 രൂപ എനിക്ക്. 25,000 എന്നാ സംഭവം? എന്തിനാ? എനിക്ക് പിന്നെ അനിയന്റെ കല്യാണമല്ലേ, അപ്പൊ ഒരു നല്ലൊരു പട്ടുസാരി മേടിക്കണം. അല്ലാതെ മോശം വേഷത്തിലൊന്നും പോകാൻ പറ്റില്ല. 25,000 രൂപയും കുറഞ്ഞത് വേണം. അതിനും അത്ര വലുതൊന്നും കിട്ടില്ല, എന്നാലും ആ വിലയുടെ മതി. തൽക്കാലം അതിനാ ഞാൻ ഇത് ഇവിടെ കൊണ്ടെത്താൻ. ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഒന്ന് വേണേ. ഇപ്പോഴത്തെ കാലത്ത് സ്വർണം കയ്യിലേക്ക് കൊടുത്താൽ പോലും പൈസ ഇങ്ങോട്ട്. നീ അവിടെ നിൽക്കേ, ഞാൻ ഓചാരം ചോദിക്കുന്നത് മുതലെങ്ങോട്ട് കൊടുത്തിട്ടാ പറഞ്ഞിട്ട് കാര്യമൊന്നും. അപ്പം അങ്ങനെയാണ് സംഭവം അല്ലേ? നിന്നോടല്ല, ഞാൻ ബോണി പറഞ്ഞതാ. അല്ല, ഈ മോതിരം നിൻ്റെ ആണല്ലേ നീ പറഞ്ഞത്? ആണല്ലോ. ആണ്, അത് സംഭവിച്ചു. നിൻ്റെ വീട്ടിലുള്ള മോതിര അതൊക്കെ സംഭവിച്ചു. പക്ഷെ നിൻ്റെ കെട്ടിയവനുണ്ടല്ലോ, പുള്ളിയുടെ അനിയന് കൊടുക്കാൻ വേണ്ടി മോതിരം മേടിച്ചു വെച്ചാണത്. നീ അന്നേരം ആ മോതിരം എടുത്തോണ്ട് ഓടി ഇങ്ങോട്ട്. അതാണ് അതിൻ്റെ ശരി. പുള്ളിക്കാരൻ അവിടെ മോതിരം നോക്കിയപ്പോൾ മോതിരം കാണാനില്ല. പുള്ളി കേസ് കൊടുക്കാനുള്ള പരിപാടിയിലായിരുന്നു. പുള്ളി കേസിനൊന്നും പോയില്ല, കെട്ടിയവൻ മേടിച്ച മുതലല്ലേ, അല്ലാതെ ഞാൻ അയലൊക്കത്തെ അല്ലെങ്കിൽ തന്നെയും മോതിരം കാണാൻ വരുമ്പോൾ അന്വേഷിക്കണല്ലോ. അന്വേഷിച്ചോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ എടുത്തോണ്ട് വന്നതാണെന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ മിണ്ടണ്ടാ വേണ്ടിയിട്ട് കാര്യവും ഇല്ല. അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. ഇതേ അരപ്പവൻ ഒരു കാര്യം ഉണ്ടോയെന്ന് ഞാൻ നോക്കാം. എന്നാ പിടിക്ക്, നീ കൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കുക. നിനക്ക് ഇവിടെ പൈസ ഇല്ലൊന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ലേ? ഇവിടെ പുള്ളിക്കാരൻ ഇപ്പോൾ ഓടി വരുന്നതാണ് ഇങ്ങോട്ട് ആൾക്കാരെയും കൂട്ടി. അവിടെ വീട്ടിലുള്ള എല്ലാം കൂടെ പോയി. മക്കൾ അതല്ല, മോതിരം ഇവിടെ ഉണ്ടല്ലോ. നീ ഇപ്പം തൽക്കാലം ആളെ കൂട്ടി വന്നിട്ടൊന്നൊരു കാര്യമില്ല. എന്നാന്നറിയോ, ഈ അരപ്പവന്റെ സ്വർണ്ണം ഒന്നും ഓരോരുത്തർക്കും ഗിഫ്റ്റ് കൊടുക്കണ്ട. തൽക്കാലം ഒരു കാര്യം ചെയ്യും, നീ അത് കൊണ്ട് വീട്ടിൽ കൊണ്ട് പേടിയാണ് ഞാൻ എനിക്ക് ബാങ്കിൽ കൊണ്ട് കൊടുക്കുക. അതാ നല്ലത്. ഇറങ്ങിയേക്കണു വേഷം കിട്ടിയവള്.